1936 ബാബാ സാഹബ് അംബേദ്കർ BR അംബേദ്കർ എന്ന ഭരണഘടന എഴുതിയ കമ്മിറ്റിയുടെ ചെയർമാൻ. നമ്മൾ ഭരണഘടന ശില്പി എന്നൊക്കെയാണ് പറയുന്നത്, ശില്പിയൊന്നുമല്ല, അതിൻ്റെ ചെയർമാൻ, എഴുതിയ കമ്മിറ്റിയുടെ ചെയർമാൻ, അത്രേ നമുക്ക് പറയാൻ കഴിയും. ഒരുപാട് പേരുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി 1936 ഒരു അഭിപ്രായം പറഞ്ഞു. കാസ്റ്റ് ഈസ് എ ഡിസീസ് ഓഫ് എ ഹിന്ദു സൊസൈറ്റി. ഇത് അംബേദ്കർ മാത്രമല്ല, തൈക്കാട് അയ്യാഗുരു, ചട്ടമ്പി സ്വാമികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ, സ്വാമി വിവേകാനന്ദൻ, ജാതി വ്യവസ്ഥയെക്കുറിച്ച് മഹാത്മാഗാന്ധിജി, ഇങ്ങനെ പുരോഗമനപരമായി ചിന്തിച്ചിട്ടുള്ള എല്ലാ നവോത്ഥാന നായകരും സന്യാസിമാരും ഗുരുക്കന്മാരും വേദങ്ങളിലുമൊക്കെ ജാതി വ്യവസ്ഥയെ തള്ളിപ്പറയുന്നുണ്ട്. വേദങ്ങളിൽ ജാതി വ്യവസ്ഥ പറയുന്നില്ല, വർണ്ണവ്യവസ്ഥയാണ് പറയുന്നത്, അത് വേറെ കഥ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കൊട്ടേഷൻ എടുത്തുകൊണ്ട് ആളുകളൊക്കെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അംബേദ്കർ പറഞ്ഞിരിക്കുന്നു സനാതന ധർമ്മം ഒരു പകർച്ചവ്യാധിയാണെന്ന്. ഇത് ഏത് കോർട്ടിലാണ്, എവിടെയാണ് സനാതനധർമ്മം ഒരു പകർച്ചവ്യാധിയാണെന്ന് BR അംബേദ്കർ പറഞ്ഞിരിക്കുന്നത്? സനാതനം എന്നൊരു വാക്കിനെ അദ്ദേഹം എവിടെയെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി അംബേദ്കറിസ്റ്റുകളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇതിനെ പ്രചരിപ്പിക്കുന്ന സനാതനധർമ്മത്തെ തകർക്കാനും എതിർക്കാനും കുഴപ്പമാണെന്ന് പറയുന്ന ആളുകളും ദയവായി ഒരു റെഫറൻസ് ഈ വീഡിയോയുടെ താഴെ ഒന്നിട്ടാൽ വളരെ സന്തോഷമായിരിക്കും. മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും കുറേ അധികം കാര്യങ്ങൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് കാസ്റ്റ് ഈസ് എ ഡിസീസ് ഓഫ് ഹിന്ദു സൊസൈറ്റി, അഫിലിയേഷൻ ഓഫ് കാസ്റ്റ് 1936. അത് കഴിഞ്ഞിട്ട് ഹിന്ദു സൊസൈറ്റി ഈസ് എ സൊസൈറ്റി വിത്തൗട്ട് ഈക്വാളിറ്റി. ഹിന്ദു സൊസൈറ്റി ഒരു ഈക്വാളിറ്റി ഇല്ലാത്ത സൊസൈറ്റിയാണ്. ഹിന്ദു റിലീജിയൻ അല്ല, ഹിന്ദു മതമല്ല, ഹിന്ദു സമൂഹം ഈക്വാലിറ്റി ഇല്ലാത്തൊരു സൊസൈറ്റിയായി മാറിയിട്ടുണ്ട്, സമത്വമില്ലാത്തൊരു സൊസൈറ്റിയായി മാറിയിട്ടുണ്ട്. ഹിന്ദു സോഷ്യൽ ഇസ് എ സിസ്റ്റം ഓഫ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി. കാസ്റ്റ് ഇൻ ഇന്ത്യ ഇത് മെക്കാനിസം ജനസിസ് ആൻഡ് ഡെവലപ്മെന്റ് 1916. യു കാൻ റിഫോം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ഇൻഇക്വാലിറ്റി, അഫിലിയേഷൻ ഓഫ് കാസ്റ്റ്. ഇതെല്ലാം ജാതിയുടെ, അദ്ദേഹം അനുഭവിച്ച ജാതി സ്പർദ്ധയുടെയും ജാതി വിവേചനത്തിന്റെ ഭാഗമായി പറഞ്ഞ ആശയങ്ങളാണ്. I was born as a Hindu, but I solemnly assure you that I will not die as a Hindu. ഇങ്ങനെ ഹിന്ദുവിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറയുകയും അവിടെ നിന്ന് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. ബോംബെയിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒറ്റ ദിവസം കൊണ്ട് ബുദ്ധമതത്തിലേക്ക് പോയത്. അവരെല്ലാവരും തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വന്നിട്ടുണ്ട്. മിസ്റ്റർ അഭിജോത് വർഗീസ്, ഏഷ്യാനെറ്റിലെ മിസ്റ്റർ അഭിജോത് വർഗീസ് മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഇന്ത്യയിൽ ബുദ്ധമതത്തിലേക്ക് പോയിട്ടുള്ള ബുദ്ധവിഹാരങ്ങളിൽ താമസിക്കുന്നതൊഴിച്ചാൽ, ചൈനയിലെയോ ജപ്പാനിലെയോ കുറെ ബുദ്ധമതക്കാർ ഉണ്ടെന്നതൊഴിച്ചാൽ, ഇന്ത്യയിൽ ബാബാ സാഹബ് അംബേദ്കറിന്റെ കൂടെ പോയിട്ടുള്ള ബുദ്ധമതത്തിലേക്ക് പോയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ തിരിച്ചവരുടെ മാതൃമതമായ, മാതൃചിന്തയായ, മാതൃസംസ്കാരമായ ഹിന്ദു സനാതന ധർമ്മത്തിലേക്ക് വന്നു. ഇത് താങ്കൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം, താങ്കൾ പറയുന്നു താങ്കൾ വിശ്വാസിയല്ല എന്ന്. മാമോദീസ മുക്കി താങ്കൾ പള്ളി പോകും നമുക്കറിയത്തില്ല. എന്തായാലും താങ്കളുടെ ഭാര്യ പള്ളി പോകുമായിരിക്കും, അതും നമുക്കറിയത്തില്ല. താങ്കൾ വിശ്വാസിയല്ലെങ്കിൽ താങ്കൾ മനുഷ്യനല്ല. മനുഷ്യനായാൽ വിശ്വാസിയായിട്ടേ ജീവിക്കാൻ പറ്റൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഓക്കെ. ഞാൻ ഇന്ന സാധനത്തിൽ ഹോമിയോപ്പതിയിൽ വിശ്വസിക്കുന്നില്ല, ഓക്കെ. ഞാൻ ആയുർവേദത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ അലോപ്പതി വിശ്വസിക്കുന്ന, ഇന്ന കാരണത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഒരാളിന് വിശ്വാസത്തെ പറയാൻ കഴിയൂ. താങ്കൾക്ക് ഇത്ര വിവരക്കേടാണോ? താങ്കളൊരു സീനിയർ റിപ്പോർട്ടറാണ് അത്രേ, ഇത്ര വിവരക്കേട് പറയാമോ? വിശ്വാസമില്ലാതെ ജീവിതമുണ്ടോ മനുഷ്യ? ഓരോ നിമിഷവും വിശ്വാസമല്ലേ? താങ്കൾ ഫ്ലൈറ്റിൽ കയറുന്നു, പൈലറ്റ് താങ്കളെ എത്തിക്കുമെന്നുള്ള ഉറപ്പില്ലല്ലേ, വിശ്വാസത്തിലല്ലേ താങ്കൾ ഫ്ലൈറ്റിൽ കയറുന്നത്? താങ്കൾ ഏഷ്യാനെറ്റ് ലിഫ്റ്റിൽ കയറുന്നത് താങ്കൾ ലിഫ്റ്റ് പണിമുടക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ? കിടന്നുറങ്ങുന്നത് രാവിലെ ചത്തുപോകില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ? ബസ്സിൽ കയറുന്നത് ഡ്രൈവർ എത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ലേ? വിശ്വാസമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റുമോ? താങ്കളുടെ ഭാര്യയെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നത് ഭാര്യ താങ്കളെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ? താങ്കളുടെ ഭാര്യ താങ്കളെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത് താങ്കൾ ഭർത്താവിനെ സ്വീകരിച്ച് ഭർത്താവ് തന്നെ വഞ്ചിക്കില്ല എന്നുള്ള വിശ്വാസത്തിലല്ലേ? ഊണില്, ഉറക്കത്തില്, ശ്വാസത്തില്, ഉച്ഛ്വാസവായുവിൽ മരണം വരെ, ജനനം മുതൽ മരണം വരെ
സമ്പൂർണ്ണ കാര്യങ്ങളും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മിസ്റ്റർ അഭിജോത് വർഗീസ്. വിശ്വാസമില്ലെങ്കിൽ ജീവിതമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്, ചില കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, അത് സമ്മതിച്ചു അഭിജോത് വർഗീസ്. താങ്കൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഞാൻ ഇന്നലെ വരെ എന്തായിരുന്നു, ഞാൻ വിശ്വാസിയല്ല, ഇനി ഞാൻ വിശ്വാസിയാകാൻ പോവുകയാണ്, ഉടനെ തന്നെ ഞാൻ വിശ്വാസിയാകും എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ബാബാ സാഹേബ് അംബേദ്കറിന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് RSS പ്രചാരകനായ ദത്തോപാന്ത് ധൻഖഡ്ജിയാണ്. ഞാൻ RSSന്റെ വക്താവല്ല, സംഘപരിവാർ ആളുമല്ല, ഞാനൊരു അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും വിശ്വസിക്കുന്ന ആളല്ല. അപ്പൊ RSSന്റെ സംഘപ്രവർത്തകനായ ദത്തോപാന്ത് ധൻഖഡ്ജിയെ അംബേദ്കർ അദ്ദേഹത്തിന് ഇലക്ഷൻ ഏജന്റായിട്ട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മതവും ധർമ്മവും രണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അംബേദ്കർ സനാതന ധർമ്മ വിശ്വാസികളെ അപമാനിച്ചിരിക്കുന്നതായിട്ട് ഒരു രേഖയിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദയവായി ഉണ്ടെങ്കിൽ താങ്കൾ അത് ഒന്ന് പുറത്തുവിടണം, ആ രേഖകൾ കൂടി ഒന്ന് പുറത്തുവിടണം. അല്ലെങ്കിൽ താങ്കൾ ആ രേഖ പുറത്തുവിട്ടില്ല എങ്കിൽ താങ്കൾ മാപ്പ് പറയാൻ തയ്യാറാവണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സമൂഹത്തിൽ വ്യാജ നിർമ്മിതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. കാസ്റ്റ് ഒരു ഡിസീസാണെന്ന് പറയുന്ന അംബേദ്കറിന്റെ, ജാതി ഒരു രോഗമാണെന്ന് പറയുന്ന അംബേദ്കറിന്റെ കാഴ്ചപ്പാടെടുത്തിട്ട് സനാതനധർമ്മം പകർച്ചവേദിയാണെന്നാണ് പകർത്തിയതെങ്കിൽ സോറി ടു സേ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഭിജോത് വർഗീസെ, ഇന്ത്യയിലെ ആളുകൾ വേദ സംസ്കാര കാലത്തും അതിനു മുമ്പുള്ള ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാര കാലത്തും അതിനു മുമ്പിൽ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന കാലത്തും രണ്ടുണ്ട് ചർച്ച. ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്നൊരു ചർച്ചയുണ്ട്, രണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നവരാണെന്നൊരു ചർച്ചയുണ്ട്. എന്തായാലും 5000 വർഷത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവർ എന്ന് പറയുന്നവരും രണ്ടു കൂട്ടരുമായാലും അവർ വിശ്വസിച്ചിരുന്നത് ഇന്ത്യൻ സനാതന ധർമ്മത്തെയും ഹിന്ദു ആചാരക്രമങ്ങളെയുമാണ്. അവിടെ വന്നവരാണ് ക്രിസ്ത്യാനികൾ, അവിടെ വന്നവരാണ് മുസ്ലിങ്ങൾ. സെന്റ് ജോൺസ് എന്ന് പറയുന്ന പാതിരി ഇന്ത്യയിൽ വന്നപ്പോൾ രണ്ടു കൈ നീട്ടി സ്ഥലം കൊടുത്ത് സ്വീകരിച്ചാനയിച്ചിരുത്തിയ ധർമ്മത്തിന്റെ പേരാണ് സനാതന ധർമ്മം. അങ്ങനെയുള്ള സനാതന ധർമ്മ വിശ്വാസികൾ ഉള്ളത് കൊണ്ടാണ് മഹാഭൂരിപക്ഷം വരുന്ന 80% വരുന്ന 70% വരുന്ന സനാതന ധർമ്മികൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് അവർ RSSകാരല്ല, സംഘപ്രവർത്തകരല്ല, BJP അല്ല. എങ്കിൽ പിന്നെ എപ്പോഴും BJP അധികാരത്തിൽ വരുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ BJP അധികാരത്തിൽ വരുള്ളൂ, വേറെ ആരും വരത്തില്ലല്ലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും BJPക്ക് ഇത്രയും വോട്ട് കുറയത്തില്ലല്ലോ. അപ്പോൾ 70% വരുന്ന സനാതന ധർമ്മികളുടെ സമാധാനത്തിന്റെ കൂടി ചിഹ്നമാണ് 30% വരുന്നവരുടെ ജീവിതം. ഒരു ഭീഷണിയുമല്ല. ആലോചിച്ച് നോക്കുക, ലോകം മുഴുവൻ നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. ലോകത്തെവിടെയാണെങ്കിലും ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ കൊന്നൊടുക്കിയിട്ടുണ്ട്, ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിന്റെ പുറത്ത് എന്നും ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. 150 കോടി ജനങ്ങൾ താമസിക്കുന്നിടത്ത് 2-4 പേര് വെള്ളം അടിച്ചുകൊണ്ട് പള്ളിക്കാരുമായിട്ട് അനുവാദമില്ലാതെ കരോൾ നടത്തി അവരെ പിടിച്ച എല്ലാവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നാട്ടുകാർക്ക് ശല്യമായപ്പോൾ അവരെ പിടിച്ച് എന്താണെന്ന് ചോദിച്ച കഥ ഒഴിച്ചാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സംഘപരിവാറിന്റെ സംഘടനകളോ അല്ലെങ്കിൽ തീവ്രവാദികളോ ആരെങ്കിലും തല്ലുന്നതോ കൊല്ലുന്നതോ ഒഴിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിൽ സനാതന ധർമ്മികളായ 150 കോടിയിൽ 70% വരുന്ന 120 കോടി ആളുകൾ സനാതന ധർമ്മികളും മതവിശ്വാസികളും ദൈവവിശ്വാസികളും ആയതുകൊണ്ടും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നതും കൊണ്ടാണ് താങ്കളുടെ അപ്പൂപ്പനായ സെന്റ് ജോൺസ് അടക്കമുള്ള കുടുംബത്തിലെ ആളുകൾ ഇവിടെ വന്നപ്പോൾ 2 കൈ നീട്ടി കേരളത്തിലടക്കം സ്വീകരിച്ചത് മിസ്റ്റർ അഭിജോത് വർഗീസ്. ഞാനിത് അഭിജോത് വർഗീസിനുള്ള മറുപടിയാണ്, വേറെ ഒരു ക്രിസ്ത്യാനികൾ ഇത് വേറെ അർത്ഥത്തിൽ എടുക്കരുത്. തീർച്ചയായിട്ടും വർഗീസെ, നിങ്ങൾ ഏഷ്യാനെറ്റ് പോലുള്ളൊരു ചാനലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ തോന്നിയവാസമാണ്. താങ്കൾ ഒരു വശത്ത് പറയുന്നത് ഞാൻ വിശ്വാസിയല്ല, ഞാൻ ഇന്നു മുതൽ വിശ്വാസിയായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ക്രിസ്മസിനെ പുകഴ്ത്തി അവസാനം വന്ന് നിങ്ങൾ സനാതന ധർമ്മക്കാരെ തെറി പറഞ്ഞു. നിങ്ങൾ ഹിന്ദു തീവ്രവാദികളെ തെറി പറഞ്ഞോളൂ, RSSകാരെ തെറി പറഞ്ഞോളൂ, BJPക്കാരെ തെറി പറഞ്ഞോളൂ, സംഘപരിവാറുകാരെ തെറി പറഞ്ഞോളൂ, സനാതന ധർമ്മികളെ വിട്ടേക്കുക.
തീർച്ചയായും ഇട്ടേക്ക്. അംബേദ്കർ പറയാത്തൊരു കോട്ടെടുത്ത്, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ പുറത്തു വിടണം. അത് പറയാത്തൊരു കോട്ടെടുത്ത് ഏത് വർഷം ആരോട് എപ്പോൾ പറഞ്ഞു, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിൽ പറഞ്ഞു, അംബേദ്കറിന്റെ ഒറിജിനൽ പുസ്തകം അല്ലാത്തൊരു കോട്ടെടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ അസംബന്ധമാണ്, തോന്നിയവാസമാണ്. എന്നിട്ടും താങ്കൾക്ക് തല്ല് കിട്ടാത്തത്, താങ്കളുടെ വീട്ടിലേക്ക് വെറും ഒരു മാർച്ച് മാത്രം ഹിന്ദു ഐക്യവേദി ചെയ്തത് അതിലുള്ളവരെല്ലാവരും സനാതന ധർമ്മികളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ താങ്കൾക്ക് ഇരുട്ടടി ഇതിനു മുമ്പേ കിട്ടിയേനെ. അഭിജോത് വർഗീസെ, തിരിച്ച് താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു മതത്തെയോ മറ്റേതെങ്കിലും ജാതിയെയോ പറഞ്ഞിരുന്നുവെങ്കിൽ പറഞ്ഞവൻ ഇതിനകം തല്ല് കിട്ടിയേനെ, അയാളെ ചാനലിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തേനെ. താങ്കൾ ഏഷ്യാനെറ്റിൽ ഇപ്പോൾ തുടരാൻ കഴിയുന്നത്, താങ്കൾക്കെതിരെ ഒരു സമാധാന സമരം മാത്രം നടന്നത്, താങ്കളെപ്പോലെയുള്ള മുഴുവൻ ആളുകളെയും അക്കോമഡേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയിൽ അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇന്നാരുടെയും ഔദാര്യമല്ലായിരിക്കാം, ഭരണഘടനയുടെ ഔദാര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. ഭരണഘടനയായിരിക്കാം ഇന്നത്തെ നിങ്ങളുടെ വേദപുസ്തകം. പക്ഷേ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള സനാതന ധർമ്മികളുടെ ഔദാര്യത്തിൻ്റെ പുറത്താണ് ഈ കെട്ടിപ്പടുത്തതൊക്കെ എന്ന് അഭിജോത് വർഗീസ് വളരെ കൃത്യമായി ചരിത്രം പഠിക്കുന്നത് നന്നായിരിക്കും.